ശ്രീലക്ഷ്മിയാണ്. കേരളത്തിലെ പൊളിറ്റീഷ്യൻസിനോട് നമ്മൾ ചോദിക്കുകയാണ്, സർ താങ്കളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഫഹദ് ഫാസിൽ പറഞ്ഞ ഒരു ഡയലോഗായിരിക്കും 95% പേരും പറയുന്നത്, എനിക്കല്പം രാഷ്ട്രീയമാണ് എന്ന്. രാഷ്ട്രീയത്തെ തൊഴിലായി കാണുന്നവർ അതിൽ നിന്ന് വരുമാനം എടുക്കുന്നത് തെറ്റു പറയാൻ സാധാരണ ജനങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ആ വരുമാനം എത്രത്തോളം, എവിടെ നിന്ന്, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ എടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനങ്ങൾ അവർ അഴിമതിക്കാരാണോ അല്ലയോ എന്ന് പറയുന്നത്. രാഷ്ട്രീയം അഥവാ രാഷ്ട്ര സേവനം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു തൊഴിൽ മേഖലയല്ല എന്ന വസ്തുതയെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര നേതാക്കൾ നമുക്കുണ്ട് എന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വലിയ പോയിന്റാണ്. അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ പ്രൊഫൈൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നോക്കിയപ്പോൾ ആ കരിയർ ഗ്രാഫ് യുവത്വത്തിനെ ഇംപ്രസ് ചെയ്യുക മാത്രമല്ല ഇൻസ്പയർ ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു വലിയ കരിയർ ഗ്രാഫാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് US നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിറങ്ങിയ അദ്ദേഹം ലോകോത്തര ബ്രാൻഡായിട്ടുള്ള ഇന്റലിന്റെ എഞ്ചിനീയർ ആയിട്ടാണ് കരിയർ ഗ്രാഫ് തുടങ്ങുന്നത്. പിന്നെ ഇന്ത്യയിലെ തന്നെ മൊബൈൽ റെവല്യൂഷന്റെ ഭാഗമായി മാറിയ BPL മൊബൈൽസിന്റെ ഫൗണ്ടറായി, ഒരു സംരംഭകനായി. ഇപ്പൊ തന്നെ 2 പ്രൊഫൈലായി, എഞ്ചിനീയർ പിന്നെ സംരംഭകൻ. അത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്ററായി മാറി. 3ാമത്തെ പോസ്റ്റ് ഇൻവെസ്റ്റർ. അതിനുശേഷം അദ്ദേഹം മീഡിയയിലും എത്തിപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. 2006 തന്റെ കഴിവുകൊണ്ട്, തന്റെ പ്രൊഫഷൻസ് കൊണ്ട് ശക്തമായൊരു സാമ്പത്തിക അടിത്തറയൊക്കെ ഉണ്ടാക്കി ഒരു വരുമാന മാർഗമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്ര സേവനത്തിനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു വരുമാന സ്രോതസ്സുള്ള ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് പണം എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കായി കരുതി വയ്ക്കുന്ന പണം, സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഫണ്ടുകളും 1 രൂപ പോലും ചോരാതെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും. ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു നേതാവ് നമ്മുടെ കേരളത്തിന് ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും ഈ യുവാക്കളൊക്കെ അദ്ദേഹത്തിന്റെ കരിയർ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കൂ കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, ബൈ.